പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിതാ, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്. കട കടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്. എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആഗമനകാലത്തിന്റെ സമാപന ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ചും വചനങ്ങളെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ വിചിന്തനം ചെയ്യുന്ന ഈ അവസരത്തില് പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ചു നേരം ചിന്തിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലാണ് പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നെല്ലാം യേശു നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തില് ഏറ്റവും നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെട്ട് നമുക്ക്
നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നാം പ്രാർത്ഥനയുടെ ആവശ്യകതയെ കുറിച്ച് ഒരുപാട് വിചിന്തനം ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേകമായ കാര്യങ്ങൾ ഈ ഇന്ന് വായിച്ച കാര്യം സുവിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ച് ആഗ്രഹിച്ച് യേശുവിന് മുമ്പിൽ ചോദിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് കർത്താവ് പറയുന്നു. ചോദിക്കുന്ന മക്കൾക്ക് ലഭിക്കും. കർത്താവ് വീണ്ടും പറയുകയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മളെ കർത്താവ് വിളിക്കുന്നത് മക്കൾ എന്നാണ്. മക്കൾ എന്ന വാക്ക് പ്രത്യേകമായിട്ട് എടുത്ത് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ മക്കൾ എന്ന് വിളിച്ചെങ്കിൽ ഒരു മക്കളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെങ്കിൽ നമ്മൾ മക്കളുടെ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മൾ കർത്താവിന് ഇഷ്ടപ്പെടുന്ന മക്കളായിട്ട് ജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവികമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് കർത്താവ് മക്കൾ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ മക്കളുടെ സ്ഥാനത്തേക്ക് കർത്താവിന്റെ പ്രീതിക്കനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ പ്രീതിക്കനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കണം. സുവിശേഷത്തിലുടനീളം ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കറിയാം. ഈശോ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. കർത്താവിന്റെ ജീവിതവും പ്രാർത്ഥനാ ചൈതന്യവും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതവും ഒക്കെ കണ്ടാണ്, അതിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങളൊക്കെ കണ്ടാണ് ശിഷ്യന്മാര് ഇത്രയധികം ആകർഷിതരായത് കർത്താവില്. കർത്താവിന്റെ ഓരോ ജീവിത ശൈലികളും പ്രവർത്തനങ്ങളും എല്ലാം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു നമുക്കറിയാം. യേശുവിന്റെ പ്രാർത്ഥനാ ശൈലിയെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തില് നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തില് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ആ സുവിശേഷ ഭാഗത്തില് നമ്മൾ വായിക്കുന്നത്. കർത്താവ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യാം. നീ ആരോടും ഇത് പറയരുത് എന്ന് പ്രത്യേകമായിട്ട് കർത്താവ് ഈ സുവിശേഷ ഭാഗത്തിലെ ഈ കുഷ്ഠരോഗിയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു പരസ്പര ബന്ധത്തിൽ ഉൾപ്പെട്ടതായിരിക്കണം. മറ്റുള്ളവർക്ക് കാണിക്കുവാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സ്വയം പുകഴ്ത്തുവാനോ ഉള്ള ഒരു അവസരമല്ല. യേശു അതൊട്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആരോടും പറയരുത് എന്ന് യേശു പറഞ്ഞത്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ചെയ്ത വലിയ അത്ഭുതം നിങ്ങൾ ആരോടും പറയരുത്. കാരണം കർത്താവ് സ്വയം പുകഴ്ച, സെൽഫ് ഗ്ലോറി ആഗ്രഹിക്കുന്നില്ല. യേശു എന്താണ് അതിന് ശേഷം ചെയ്തത്? യേശു ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഏകാന്തതയിൽ പോയി ഏകാന്തതയിൽ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചെന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. കർത്താവ് ഒരിക്കലും സ്വയം പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്ന പ്രത്യേക അനുഗ്രഹങ്ങളാണെന്നും അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും താഴ്ന്ന രീതിയിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ കാണണം. നാം വീണ്ടും കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തില് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കർത്താവ് ഒരുപാട് സമയം പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തില് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി.
അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി. പ്രിയമുള്ളവരെ, എല്ലാ തീരുമാനങ്ങളും, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലൊക്കെ നമുക്കറിയാം, നമ്മുടെ എല്ലാ തീരുമാനങ്ങൾക്ക് മുൻപും പ്രാർത്ഥനയുടെ ആവശ്യം കർത്താവ് തന്റെ ജീവിതം വഴിയായിട്ട് നമ്മൾ വെളിപ്പെടുത്തുന്നു. കർത്താവ് എല്ലാ തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഏകാന്തനായി ആരും കാണാതെ പിതാവിന് മുമ്പിൽ പോയിരുന്ന് അവിടുത്തോട് ഒരുപാട് നേരം ഏകാന്തതയിൽ പ്രാർത്ഥിച്ചതായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച പ്രഭാതത്തിൽ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ സുപ്രധാനമായ നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഹൗ മച്ച് ഡു വി പ്രേ? എത്രയധികം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങൾക്ക് മുൻപ് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം, നമ്മുടെ തീരുമാനങ്ങളിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായം 21-ാം വാക്യത്തില് തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പാണ് യേശു യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുന്ന ആ സന്ദർഭത്തില് നമുക്കറിയാം, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാ അവസരങ്ങളിലും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ സുവിശേഷ ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട ചില പ്രത്യേക തീരുമാനങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൽ അടിസ്ഥാനപരമായ നമ്മുടെ വളർച്ചയ്ക്ക് പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അർത്ഥവത്താണ്, ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്തെല്ലാം ജീവിത ശൈലികളാണ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? ഒന്നാമതായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പിതാവിനോട് കൂടെ മുറി കഥകടച്ച് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക. പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമുക്കറിയാമോ? അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്. രഹസ്യമായിട്ട് കർത്താവിനോട് ആയിരിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തെ കർത്താവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം വരുന്ന നിമിഷങ്ങളാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, കുടുംബ പ്രാർത്ഥന. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും നഷ്ടപ്പെടുന്ന ഒന്നാണ് കുടുംബ പ്രാർത്ഥന. ഫാമിലി ഹു പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അത് ചൊല്ലാണ്. ഒന്നിച്ച് ജീവിക്കുന്ന, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവര് പരസ്പര സ്നേഹത്തിലും ധാരണയിലും ഒക്കെ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, പണ്ട് ആദ്യ മാതാപിതാക്കളുടെ കാലഘട്ടം, അപ്പസ്തോലന്മാരുടെ കാലഘട്ടം, ഒരുപാട് കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ കഥകളാണ് നമ്മൾ വായിക്കുക. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കർത്താവിന്റെ പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, അതുപോലെ തന്നെ യാത്രകൾ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇന്ന് നമുക്കറിയാം, നമ്മുടെ പുറം ലോകത്തേക്കൊക്കെ ഇറങ്ങി നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആക്സിഡൻസ്, ഡേഞ്ചർ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആക്സിഡൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ പുറത്ത് വെളിയിലേക്ക് പോകുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൈവത്തിന്റെ കൃപ നമ്മളെ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുണ്ട്. നിങ്ങളിരിക്കുന്ന പലരിലും വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയോടൊപ്പം തന്നെ യാത്ര പുറപ്പെടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സമയം മെനക്കെടുക്കുക. കർത്താവിന്റെ പ്രത്യേക സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. യഹൂദരുടെ പഴയ ആചാരങ്ങൾ അനുസരിച്ച് നമുക്കറിയാം, പാർച്ച്മെന്റ് എഴുതിയ തുകൽ കഷണങ്ങൾ ഈ വീടിന്റെ
പ്രധാന വാതിലിന് മുമ്പിൽ അങ്ങനെ വച്ചിരിക്കും. അങ്ങനെ പുറത്തു പോകുമ്പോൾ തൊട്ട് ചുംബിച്ച് വന്ദിച്ച് ആൾക്കാർ പുറത്തോട്ട് പോകുന്ന ഒരു പാരമ്പര്യം യഹൂദ ആചാരത്തിലുണ്ട്. പ്രിയമുള്ളവരെ, അതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുടുംബത്തിലെ കലഹങ്ങള്, നൊമ്പരങ്ങള്, പ്രശ്നങ്ങള്, സങ്കീർണമായ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന തരണം ചെയ്യുവാനും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസരങ്ങൾ, കണങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ യേശുവിന്റെ രൂപത്തിന് മുമ്പിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പ്രത്യേക കൃപയുള്ള കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരും. പ്രിയമുള്ളവരെ, അതിനൊക്കെയുള്ള അവസരങ്ങളാണിതെന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അതുകൊണ്ട് കർത്താവ് പറയാണ് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന്റെ പ്രാർത്ഥനയുടെ ആവശ്യകതയെ കുറിച്ചും സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. 34 മുതലുള്ള വാക്യങ്ങൾ: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഒരു ദിവസം കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കുവാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയിൽ സദാ ജാഗരൂകരായിരിക്കുവിൻ. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും ഒക്കെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക. യേശുവിന്റെ പ്രത്യേക കൃപ കൊണ്ട് നിറയുവാനും ഒരുപാട് ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാനും നമുക്ക് പ്രാർത്ഥനയിൽ ഒരുപാട് പരിവർത്തനം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം നമ്മൾ വഴിയായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാ വ്യക്തികളും ഒരുപാട് പ്രാർത്ഥനയുടെ വ്യക്തികളായി മാറട്ടെ. ദൈവാനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.